ശ്രീ നടിത്തൊടി ഭഗവതി ദേവസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ക്ഷേത്രത്തിന്റെ മുറ്റത്തിലുള്ള ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇരിക്കാനുള്ള ഭാഗം സജ്ജീകരിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. ഒട്ടുമിക്ക ക്ഷേത്രങ്ങൾക്കും ഇതൊരു അനുകരിക്കാവുന്ന ഒരു മാതൃകയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ഒരു ലോങ് റേഞ്ചിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് മുൻപിലുള്ളത്. അമ്പലത്തിലെ ഏകദേശം എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും ഇതിന്റെ നിലവിലെ ഭരണ സംവിധാനത്തെക്കുറിച്ചും ശ്രീ നടുത്തൊടി ഉണ്ണികൃഷ്ണൻ എന്നിവർ നമ്മളോട് സംസാരിക്കുന്നതാണ്. ഞങ്ങളെ തറവാട് ഇവിടെയല്ല, പരിക്കോട്ടുംപടിയിലാണ്. അത് പരിക്കോട്ടുംപടിയിൽ പറഞ്ഞാൽ ഇതിപ്പോൾ ഈ അമ്പലം നിൽക്കുന്നത് പറഞ്ഞാൽ 3-ാം സ്ഥാനത്താണ്. ഇത് ഞങ്ങളെ 2ാമത്തെ തറവാട്ടിൽ നിന്ന് ആണ്. നമ്മളെ പെങ്ങളെ ശരീരത്തിലാണ് ഇത് വന്നത്. ഇവിടെ പെങ്ങളെ പേരെന്താണ്? യശോദ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഓളോട് ഒക്കെ വെളിച്ചപ്പാടും കാര്യമൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഏട്ടന് എൻ്റെ ഒരു ചെറിയ ജ്യേഷ്ഠനുണ്ട്, 2ാമത്തെ ജ്യേഷ്ഠന്. അപ്പം മൂപ്പർക്ക് പെണ്ണുങ്ങൾ വെളിച്ചപ്പാടിനൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പം പിന്നെ മൂപ്പര് ഇതേമാതിരി തന്നെ യശോദാർത്ഥിക്ക് വെളിച്ചപ്പാട്ടിപ്പം പിന്നെ ഇപ്പം കത്തിലുണ്ടാക്കിയപ്പോൾ യശോദാർത്ഥിക്ക് അങ്ങോട്ട് തൊടാൻ പയ്യത് പിന്നെ അപ്പോൾ ഓനാണ്ട് വെളിച്ചപ്പാട് ഓനെ ഇറച്ചി മീനൊക്കെ തിന്നിക്കാണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഇത് വരെയായിരുന്നു. അങ്ങനെ ഈ ഇറച്ചി മീനെ തിന്നു കൊടുക്കണ അത് പൂവ് വരികണ അതിലാണ് മേപ്പെട്ട് എറിഞ്ഞ് ഓനാണ്ട് വെളിച്ചപ്പാട് കിട്ടി. എന്റെ പെങ്ങൾ വെളിച്ചപ്പാട് ദർശനം കിട്ടിയില്ലേ? ആ, എന്റെ പെങ്ങൾ വെളിച്ചപ്പെട്ടിട്ടില്ല. അതിപ്പോ ഈ വെളിച്ചപ്പാടിന്റെ ദർശനം പിന്നെ പെങ്ങളെ ശരീരത്തിൽ കയറി ഇവിടെ വന്നെന്ന് പറഞ്ഞല്ലോ. വന്നതാണ്. അപ്പൊ ഈ ഇതിന്റെ പൂർവികമായ ദേശം എവിടെയാണ്? ഈ അമ്പലം ആദ്യം 3-ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ 1-ാം സ്ഥാനം എവിടെയാണ് ഉണ്ടായിരുന്നത്? 1-ാം സ്ഥാനം പടിക്കോട്ടും പടിക്കല് ആ പാടുണ്ട്. ആ പാടത്തിന്റെ പടിഞ്ഞാറക്കര ഞങ്ങളെ തറവാടും കാളകൂട്ട് കണ്ടം മറ്റേ കുളം പിന്നെ കൃഷി ഉണ്ടാക്കണത് വലിയ തറവാടും ഒക്കെ വലിയൊരു തറവാടായിരുന്നു. അങ്ങനെ ഇവര് കേസും ഇതൊക്കെ കൂടിയിട്ടാണ് വിറ്റതെന്ന് പറഞ്ഞിട്ട് എന്നെ അതൊക്കെ പൊളിച്ച് അങ്ങനെയുള്ള തൊയ്ത്ത് അങ്ങനെയുള്ളതൊക്കെ പൊളിച്ചു. ഇപ്പൊ ഒരു വലിയ വാർപ്പിന്റെ വീടാക്കി. ആ ഒരു റൂം അതിന്റെ റൂമിലാണ്. അത് ഓർക്കും തുറക്കാൻ പറ്റൂല. അത് ഏതെങ്കിലും ഒരു ദിവസമായി അവിടുത്തെ അയിമ തുറക്കും ചെയ്യും. ആ തുറക്കണമെന്നായിമ്മക്ക് ഭ്രാന്താവുന്നു. കാളവൂട്ടിന്റെ അതൊക്കെ. പിന്നെ ഞങ്ങളെ തറവാട്ടിൽ നിന്ന് ആ വല്ലച്ചനൊക്കെ പോയിട്ട് ഒരു കോഴി പന്തേര് ഒഴിഞ്ഞ് വാങ്ങിട്ട് പോന്നാല് അതാണ് മാറും ചെയ്യും. കൊല്ലത്തിൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇവിടെ അവിടുന്ന് ഇങ്ങോട്ട് ദേവതകൾ വന്നെന്ന് പറയുമ്പോ ഇവിടെ ഏതൊക്കെ ദേവതകളാണ് ഉള്ളത്? ഇവിടെ ഇപ്പൊ കുടുംബിലൊരു ഭഗവതി, പടിമാനമൂർത്തി, മുത്തപ്പനും കാളഭൈരവനും. മുത്തപ്പനും കാളഭൈരവനും. അത് നമ്മുടെ ക്ഷേത്ര സംവിധാനത്തിന്റെ ഉള്ളില്. ഈ ചുമര് കഴിഞ്ഞിട്ട് പുറത്ത് ഏതൊക്കെയുള്ളത്? പുറത്ത് പിന്നെ ഈ ഇതുള്ളൂ, ബജറ്റിന്റെ തലയും പിന്നെ ഉളിയന്റെയും ജോലിന്റെ ഉള്ളു പുറത്ത്. 3 തറകൾ പുറത്ത് അല്ലേ? ഞാൻ ഇനി വരാനുള്ള തറവാട്ടിൽ നിന്ന് വരണം കിട്ടും. ഇനിയിപ്പം അവിടെ ബന്ധനസ്ഥനാക്കിയിട്ടുള്ള പഴയ തറവാട്ടിൽ നിന്ന് ആ ദേവത വന്നാലാണ് അവിടെ എത്താൻ പറ്റുള്ളൂ. ഇവിടെ അതുപോലെ തന്നെ നമ്മളെ ഈ വർഷത്തെ 2026 വർഷത്തിലെ ഉത്സവാദി പരിപാടികളൊക്കെ നമ്മള് ഇതുവരെ കഴിച്ചിരുന്നത് ഈ ഒരു ക്ഷേത്രത്തിൽ കൊടുതി എന്ന് പറയുന്ന പേരിലായിരുന്നു അല്ലെ? അപ്പൊ ആ കൊടുതി എന്ന് പറയുന്ന പിന്നെ സംവിധാനം മാറിയിട്ട് 2026 മുതല് ഉത്സവമായിട്ട് മാറുന്നൊരു പ്രതീതി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അത് ഇതുവരെ ഉത്സവം കഴിച്ചിട്ടില്ലേ? ആദ്യം 2 കൊല്ലം ഞാൻ ഗൾഫിൽ കഴിച്ചിട്ടുണ്ട്. ഇപ്പം രണ്ടാമതും പിന്നെ 10-20 കൊല്ലം മുന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോ രണ്ടാമതും ഇങ്ങനെയുള്ള ഉത്സവാദി പരിപാടികളായിട്ട് മാറ്റുന്നുണ്ട്. ശരി ശരി ശരി. പിന്നെ അന്ന് ഇതിവിടെ സ്ഥാപിച്ചത് നമ്മളെ ഈ മൈലാഞ്ചിവളവിലുള്ള കേളുക്കുട്ടി കോമരം എന്ന് പറഞ്ഞ തേഞ്ഞിപ്പലം തേഞ്ഞിപ്പലം റോട്ടില്. അപ്പൊ അവരച്ഛനാണ് ഇതിന്റെ സ്ഥാപകൻ. ഈ വന്നിട്ട് അച്ഛനും ആദ്യകാല തന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ കോമരക്കാരനായിരുന്നു. അങ്ങനെ ആ കാലത്ത് കോമരവും കൊടി കഴിക്കലും ഒക്കെ മൂപ്പര് ഇപ്പൊ നിലവിൽ കുടുംബത്തിന്റെ പറഞ്ഞാൽ ഏട്ടന് സുഖമില്ലാത്തതുകൊണ്ട് ഏട്ടന്റെ മകനാണ് ഷാജി അറിഞ്ഞവനാണ് ഇപ്പത്തെ കോമരം. ഷാജി എന്ന് പറയുന്നവരാണ് ഇപ്പത്തെ കോമരം. അതുപോലെ തന്നെ ഇതിന്റെ അമ്പലത്തിന്റെ നിർമ്മാണം തുടങ്ങി വെച്ചത് ഇപ്പൊ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അങ്ങയുടെ അച്ഛനല്ലേ?
ആ അച്ഛനും ഞാനും കൂടി. അല്ലേ? അച്ഛന്റെ പേരും അമ്മയുടെ പേരും? അച്ഛന്റെ പേര് ചാച്ചുണ്ണി, അമ്മേന്റെ പേര് കാളി. ഇവരുടെ രണ്ടുപേരുടെ കാലഘട്ടത്തിലാണ് തറവാടിന്ന് വന്നിരിക്കുന്ന ദേവതകൾ അവിടെ ഇരുത്തിയിട്ടുള്ളത് അതൊക്കെ അങ്ങനെ തന്നെയാണ്. അല്ലേ? അതിപ്പം സ്വന്തം സ്ഥലം അച്ഛൻ ഇതിനായിട്ട് വിനിയോഗിക്കുന്നു അല്ലേ? അച്ഛൻ കുറച്ച് സ്ഥലം കൊടുത്ത്, അച്ഛൻ അമ്പലം പിന്നെ ഉള്ള സ്ഥലവും അമ്പലത്തിന്റെ മുറ്റം കൊടുത്ത്, ബാക്കി സ്ഥലം ഞാനും കൊടുത്ത്, പിന്നെ എല്ലാരും കൂടിയുള്ള പിരിവിലാണ് അത് ചുറ്റുമതിൽ ഇതാക്കിയതും ഒക്കെ. ഇന്നത്തെ രീതിയിലുള്ള എല്ലാ രീതികളൊക്കെ ആക്കിയത് അത് വാർത്തതൊക്കെ ഞാനാണ് ചെയ്തത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതിലിപ്പം നമുക്ക് പിന്നെ വഴിപാട് ഇനത്തിലൊക്കെ പിന്നെ നാട്ടുകാരും അതുപോലെ തന്നെ കുടുംബക്കാരും എല്ലാവരും സഹകരിക്കുന്നുണ്ടല്ലോ അല്ലേ? കുടുംബക്കാരാണ് ഏറെയുള്ളത്. കുടുംബക്കാർ തന്നെയാണ് ഏറെ ഉള്ളത് അല്ലേ? കുടുംബക്കാരെല്ലാം പാടെ കൂട്ടിയിട്ടാണ് ഇപ്പൊ ഈ ഉത്സവമൊക്കെ കഴിക്കുന്നത് അല്ലേ? എന്നിരുന്നാലും മുൻകാലത്തെ അപേക്ഷിച്ച് പിന്നെ പുരോഗതിയിലേക്ക് വന്നു, മുന്നോട്ട് തന്നെ പോണത്. പുരോഗതി വന്നു അല്ലെ? ഇന്നത്തെ ഈ അമ്പലത്തിന്റെ സമുച്ചയം ഇതിപ്പം നിങ്ങളെ തറവാട് കുടുംബക്ഷേത്രം തന്നെയാണല്ലോ അല്ലെ? നടുത്തുടി തറവാട് ഭഗവതി അല്ലെ ക്ഷേത്രം ആയിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ. ഇത് കാരണന്മാര് കാലത്ത് ഒരു 3 ആൾക്കാരാണ്, ഒരു സഹോദരി 2 ആങ്ങളാരും കൂടി ആണ് ഇത് സേവയിൽ ഉറപ്പിച്ചത്. ഇത്രയും ക്ഷേത്ര സംവിധാനങ്ങളിലെ ക്ഷേത്രത്തിന്റെ ഒരാള് ഭഗവതിന്റേത്, ഒരാള് കാളഭൈരവന്റെ. കാളഭൈരവ പ്രതിഷ്ഠയില്ല ഇപ്പൊ കാണുന്നതല്ലേ? മുത്തപ്പനും കാളഭൈരവൻ. അതുപോലെ തന്നെ പടിമാനമൂർത്തി. ഇത് പടിമാനമൂർത്തി അല്ലേ? സ്ഥാപനം ഇത് സ്ത്രീയാണ് സ്ഥാപിച്ചത് അല്ലേ? ഓക്കെ ഓക്കെ. ഇതിപ്പം നമ്മള് പിന്നെ ഈ വർഷത്തെ 2026 വർഷത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് പെയിന്റ് അടിച്ചൊക്കെ വൃത്തിയാക്കി സൂക്ഷിച്ചിട്ടുണ്ട് അല്ലേ? അത് ശരി. മെഞ്ഞാന്ന് കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? ഓക്കെ. ഇതിലിപ്പം പിന്നെ തറവാട്ടിലെ ആളുകൾ സേവ എടുത്ത് മാന്ത്രികം പഠിച്ച് സേവ എടുത്തിട്ട് സ്ഥാപിച്ച തന്നെയാണ് അല്ലേ? അതല്ലാതെ ചളരി പഠിക്കല് അതിന്റെ 3ാമത്തെ സ്ഥാനത്തുമാണ് ഇപ്പോ ക്ഷേത്രം. 3ാം സ്ഥാനത്താണ്. അപ്പൊ 2ാമത്തെ സ്ഥാനം എവിടെയായിരുന്നു? പഠിക്കല് ഞങ്ങള് താമസിച്ച സ്ഥലത്ത് ഓപ്പേവിലൊക്കെ താമസിക്കും. പണ്ട് ഉണ്ടായിരുന്ന 2ാമത് അവിടുന്ന് തറവാട് വിറ്റിട്ട് വന്നപ്പോ ഉണ്ടായിരുന്ന തറവാട്ടിലേക്ക് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് പോകുന്നു അല്ലേ? പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. ഇങ്ങോട്ട് പോകുന്നത് അവിടുന്ന് ഇങ്ങോട്ട് പെങ്ങളെ ശരീരത്തിലാണ് പോകുന്നത്. ഓ, പെങ്ങളെ ശരീരത്തിൽ അല്ലേ? യശോദ എന്ന് പറയുന്നവരുടെ ഓരാണ് ഇതിന്റെ അച്ഛനും കൂടിയിട്ട് ആണ് ഇത് ഇവിടെ സ്ഥാപിച്ചത്. ഓ, അത് ശരി ശരി. ഇതിലിപ്പം നമ്മുടെ ഈ പടിമാനമൂർത്തി എന്ന് പറയുന്നത് ഇതില് പിന്നെ നമ്മള് ശാക്തേയ കർമ്മങ്ങളില്ല? ഇല്ല, ഉത്തമ പൂജ മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. ഇതിപ്പോ നമ്മളെ ചെറിയൊരു സ്റ്റോർ റൂം അല്ലേ ഇത് അല്ലേ? ഓ, പുതിയ ബോർഡ് നമ്മൾ ഈ വർഷം സ്ഥാപിച്ചത് അല്ലേ? ഇതിപ്പോ പറഞ്ഞാല് എന്റെ ഒരു ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠന് സുഖമില്ലാത്തതുകൊണ്ടാണ് ആ സ്ഥാനം ഞാൻ ഏറ്റെടുത്തതെന്നല്ലേ ഉള്ളൂ. ഇത് അവന്റെ മക്കളും ഞങ്ങളെ മക്കളും ഏട്ടന്റെ മക്കളും എല്ലാം പാടെയാണ്. ഇപ്പൊ മക്കളെല്ലാം പാടെയാണ് ഇപ്പൊ ഇത് കൊണ്ടുനടക്കുന്നത്. ഓ, ഈ ക്ഷേത്ര സംവിധാനം കുടുംബക്കാരെല്ലാം പാടെ കൂടിയിട്ട്. ക്ഷേത്രക്കാരനവരെന്ന് പറയുന്നത് ഇപ്പം നമ്മളെ ചേളാരിയിലുണ്ടോ അല്ലെങ്കിൽ വേറെ വല്ല സ്ഥലത്തും? വലിയ മോന്റെ അടുത്ത് അവിടെയാ. എവിടെ? നിലമ്പൂര് ഭാഗത്ത് അല്ലേ? എടക്കര അല്ലേ? ഓ, അദ്ദേഹമാണ് നിലവിലെ ക്ഷേത്രക്കാരനവര്. ഓക്കെ. വയ്യാത്തോണ്ട് പിന്നെ സ്ഥാനം ഏറ്റെടുത്ത് നടത്തുന്നു. നടത്തുന്നതൊക്കെ അവരെ മക്കളും എല്ലാവരും സഹകരണമുണ്ട്. എല്ലാരും കൂടി കൂടിയിട്ടാണ്. ഇതിപ്പം പിന്നെ നടുത്തുടി കുടുംബങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ വേറെ ഉപശാഖകളായിട്ട് വേറെ വല്ല? പിന്നെ നടുത്തുടി കുടുംബങ്ങൾ മാത്രം എന്ന് പറഞ്ഞാല് പെങ്ങന്മാരെ കൊണ്ടുപോയ അവരെ മക്കളും പെങ്ങന്മാരും ഞങ്ങളും എല്ലാവരും ഉൾപ്പെട്ടുള്ള ഭരണ സംവിധാനം തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത്. ഓക്കെ ഓക്കെ. ഇതിപ്പോ എന്റെ വലിയ മോനാണ് ഇതിലിപ്പോ ഏറ്റവും മുൻകൈ എടുത്തിട്ട് എല്ലാ കാര്യത്തിനും ഓടാനും മണ്ടാനും. ശ്രീ മനോജ് എന്ന് പറയുന്നത്. മനോജ് പറഞ്ഞാണ്. പിന്നെ എല്ലാരും ഉണ്ട്, എല്ലാരും ഇല്ല എന്നുള്ളതല്ല, എല്ലാരും കൂടി സഹകരിച്ചിട്ടാണ്. എന്നാലും ഓടണമെങ്കിൽ ഓനും വേണം. പിന്നെ ഇപ്പൊ ഈ അമ്പലത്തിലെ പൂജാരി പറഞ്ഞ ഏട്ടന്റെ ഒരു മോനാണ് ഈ അമ്പലത്തിലെ മഹേഷ് പറഞ്ഞവനാണ് ഈ ഇവിടെ ഈ അമ്പലത്തിലെ പൂജകർമ്മങ്ങളൊക്കെ ഓനാണ് ചെയ്യണത്. ശ്രീ മഹേഷ് എന്ന് പറയുന്നത്. മഹേഷ്. അപ്പൊ അത് പിന്നെ പല സ്ഥലത്തും പോയ അന്വേഷണവും പറഞ്ഞ് കുടുംബത്തിലുള്ള ഒരാൾ തന്നെ വേണം പൂജയ്ക്ക്. അത് ഇനി പൂജ അറിയില്ലെങ്കിൽ വാരി വെച്ച് കൊടുത്താലെങ്കിലും മതി എന്നുള്ള സങ്കല്പത്തില്. അപ്പൊ ഓന പൂജ അത്യാവശ്യം അറിയണതാണ്. അപ്പൊ അത് പൂജ ഓനാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കോമരമായിട്ടുള്ളത് ഷാജി, മൂത്ത മകൻ അല്ലേ? അവരൊക്കെയാണ് ഇതിന്റെ പൂജാകാര്യങ്ങളിലും അതുപോലെ തന്നെ ഇതിനു വേണ്ടി ഓടി നടക്കുന്ന ആളുകളും എന്നുള്ളത് തന്നെ പറയാം അല്ലേ? എന്റെ വലിയേട്ടന്റെ മക്കളും എല്ലാരും കൂടി സഹകരിച്ചിട്ട് സഹകരണങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് അല്ലേ? എല്ലാവരും സഹകരണങ്ങളും ഉണ്ട് അല്ലേ? പുറത്തൊന്നും അങ്ങനെ വലിയൊരു ഇതൊന്നും ഇല്ലെങ്കിലും ഞങ്ങളെ കുടുംബക്കാർ തന്നെയാണ് ഇതിന്റെ മുഖ്യ സഹകരണമായിട്ട് വന്നത്.
ഓക്കെ ഓക്കെ. വല്യച്ഛന്റെ തലയാണ് അച്ഛന്റെ ഏട്ടന്റെ. അമ്പലത്തിന്റെ ബാക്ക് സൈഡിൽ കിടക്കുന്നത് അല്ലേ? അമ്പലത്തിന്റെ ബാക്കില് ആ. ഇത് പിന്നെ വല്യച്ഛനെ ഞങ്ങൾ കണ്ടില്ല. അമ്മ കൊണ്ടുവന്ന് സ്ഥാപിച്ചാണ്. ഓ, വലിയച്ഛന്റെ സങ്കല്പത്തിലല്ലേ? ഓക്കെ ഓക്കെ. നടുത്തൊടി ഭഗവതി ദേവസ്ഥാനത്തിലെ പുതിയ തലമുറയിലെ ശ്രീ മഹേഷ് നടുത്തൊടി എന്നിവർ നമ്മളോട് സംസാരിക്കുന്നതാണ്. ഈ ഒരു ക്ഷേത്ര സംവിധാനത്തിലെ ശാക്തേയ പൂജയെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ നടുത്തൊടി ദേവസ്ഥാനത്തിൽ ശാക്തേയ പൂജാ സംവിധാനങ്ങൾ നിലവിലുണ്ടല്ലോ അല്ലേ? ഈ പൂജാ സംവിധാനങ്ങൾ ഏതൊക്കെ അവസരത്തിലാണ് നടത്തുന്നത്? പൂജാസ്ഥാനം നടത്തുന്നത് പറഞ്ഞാൽ ഞങ്ങളിവിടെ കൊഴുതി കഴിക്കുന്ന സമയത്ത് കോഴിവെട്ടി കർമ്മങ്ങൾ നടക്കും. പിന്നെ മുത്തപ്പനും ഇതാണല്ലേ മുത്തപ്പൻ കാളകരുവൻ രണ്ട് മൂർത്തികൾ അല്ലേ? ഈ ഇവിടെ ഞങ്ങൾ കോഴിവെട്ടി കർമ്മം ചെയ്യും. അവർക്ക് രണ്ടുപേർക്ക് കോഴിവെട്ടി കർമ്മം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്ഷേത്ര സംവിധാനത്തിന് പുറത്തുള്ള ഗുളികന്റെ പ്രതിഷ്ഠയ്ക്ക് അവിടെയാണ് നമ്മൾ പിന്നെ കോഴിവെട്ടി കർമ്മം ചെയ്യുന്നത് അല്ലേ? ചെയ്യുന്നത്. അപ്പം ശാക്തേയത്തിൽ കോഴിവെട്ടി കർമ്മം ചെയ്യുന്നതിന് പുറമെ സ്വാത്വിക പൂജകൾ നമ്മൾ അമ്പലത്തിനകത്താണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പോൾ കുടുംബത്തിന്റെ പിന്നെ നിലവിലുള്ള സമുദായ പൂജകളൊക്കെ ചെയ്യുന്നത്, സമുദായ ഭാഗത്തുനിന്ന് പൂജകൾ ചെയ്യുന്നപ്പോൾ മഹേഷാണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ശ്രീ നടുത്തൊടി ഈ ദേവസ്ഥാനത്തിലെ 2026 വർഷത്തിലെ ഉത്സവ ആഘോഷ ചടങ്ങുകൾക്കിടയിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ ഉത്സവം ജനനിബിഡമായിരുന്നു. അതുപോലെ മധുര പലഹാരങ്ങളെല്ലാം വിൽപ്പനയ്ക്കായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് എത്തിക്കുകയും അതുപോലെ തന്നെ ബന്ധുജനമിത്രാദികളും ക്ഷേത്രത്തിൻ്റെ അഭ്യുദയകാംക്ഷികളും എല്ലാം തന്നെ നേരത്തെ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഭഗവതിയുടെ ഈ ഒരു തിരുവുത്സവം ആഘോഷിക്കാൻ ചെരിച്ചി പ്രദേശത്തെ ആപാലവൃദ്ധം ജനങ്ങളും അവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് 2026 വർഷത്തിലെ ഉത്സവത്തിൻ്റെ ഒരു മുഖ്യ ഹൈലൈറ്റായി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ ആഘോഷമാർന്ന ഒരു രാത്രി തന്നെയാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. വളരെ നിറപ്പകിട്ടാർന്ന ഉത്സവ ചടങ്ങുകളും അതുപോലെ ഫറൂഖിലെ നടനം തിറയാട്ട കലാസമിതിയുടെ തിറ ഉത്സവവും നമ്മുടെ ഈ ഒരു ഉത്സവാന്തരീക്ഷത്തിന് മാറ്റുകൂട്ടി. അതുപോലെ തന്നെ കോഴിവെട്ട് ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളും ചെണ്ട വാദ്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ ഉത്സവത്തിൻ്റെ സുഗമമായ നടത്തിപ്പിലേക്കായി ഒരുക്കിയെടുക്കുന്നതിൽ ഇതിൻ്റെ മുഖ്യ സംഘാടകർ വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. 2026 വർഷത്തിലെ ഈ ഒരു ഉത്സവ സമയത്ത് ആ പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം തന്നെ എത്തിച്ചേർന്ന് ഈ ഒരു ഉത്സവ അന്തരീക്ഷം വളരെ മനോഹരമാക്കി. അതുപോലെ ശ്രീ നടുത്തൊടി മനോജ്, ശ്രീ നടുത്തൊടി ഷാജി, ശ്രീ നടുത്തൊടി മഹേഷ് എന്നിവരെല്ലാം ഈ ഒരു ഉത്സവ ചടങ്ങിലേക്കായി വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു ജനനിബിഡമായ ഈ ഒരു ഉത്സവ അന്തരീക്ഷം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. നേരിൽ വന്ന് ഈ ഉത്സവ അന്തരീക്ഷം കാണാൻ സാധിക്കാത്ത ആളുകൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ഈ ഉത്സവം ആസ്വദിക്കുമെന്ന് ഞാൻ കരുതട്ടെ.
നടുത്തൊടി ഭഗവതി ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായി രാത്രിയിൽ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നാട്ടുകാരും അതുപോലെ തന്നെ അവിടെ എത്തിച്ചേർന്ന ആഭാലവൃദ്ധ ജനങ്ങളും അത് ആസ്വദിച്ചു കഴിച്ച ഒരവസരവും അവിടെ വെച്ചുണ്ടായി. അതുപോലെ തന്നെ ശ്രീ കേളുകുട്ടി കോമരത്തിന്റെ മകനും നടുത്തൊടി കുടുംബത്തിലെ കോമരമായ ശ്രീ ഷാജി നടുത്തൊടി എന്നിവരും കോമര രൂപത്തിന്റെ ബീജഭാഗങ്ങൾ പകർന്നാടി. ോടുകൂടി നമ്മളുടെ വാങ്ങിന ഇത് ഒരു തുടക്കമായിക്കൊണ്ട് മേലിലും ഇതിലും ഭംഗിയായി എൻ്റെ കാര്യങ്ങളും കർമ്മങ്ങളും നിറവേറ്റുവാനും അതിനുള്ള മാർഗങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ നിന്നും എൻ്റെ കൂട്ടായ്മ അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹങ്ങൾ ഇപ്പോഴും ഈ പീഠസ്ഥാനത്തേക്ക് ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഞാൻ മൂപ്പൻ നീ മൂപ്പൻ എന്നുള്ള ധാരണപ്പാട് ഇപ്പോഴും ഇവിടെ കാണപ്പെടുന്നുണ്ട്. നമുക്ക് വേണ്ടിയില്ല എന്ന് വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? അമ്മയുടെ കാര്യങ്ങൾക്കും കർമ്മങ്ങൾക്കും ഏവരുടെയും ഒരു മനസ്സ്, അതാണ് ഇവിടെ അമ്മയുടെ പ്രീതിന. എന്നാൽ അത്തരത്തിലല്ല ഇവിടെ കാണപ്പെടുന്നതെന്ന്. എങ്കിലും ശരി, ഏവരും അമ്മയ്ക്ക് ഏവരും ഒരു പ്രകാരമാണ്. എൻ്റെ ഇടം കൈയും വലം കൈയും ഒരു പ്രകാരത്തിലാണ്. അത് പ്രകാരത്തിൽ തന്നെ തൻ്റെ പേരുകളും എൻ്റെ അന്യൻ്റെ ചിത്രങ്ങളും ഉണ്ടെങ്കിൽ ശരി, എൻ്റെ പീഠസ്ഥാനത്തേക്ക് പാദം വയ്ക്കുമ്പോൾ ഏവരുടെയും മനസ്സ് ഒന്നായിക്കൊണ്ട് അമ്മയുടെ മുന്നിൽ വന്ന് കൈകൂടിച്ചാൽ അത് തന്നെയാണ് ഇവിടെ അമ്മയുടെ ആ മൃദുല. എങ്കിലും ശരി, അത് ഒന്നുകൂടി ശ്രദ്ധയിരുത്തിക്കൊണ്ട് കാര്യങ്ങളെല്ലാം ഈ സാന്നിധ്യത്തിലൂടെ പൂർത്തീകരിച്ചോളുക. ഇന്നത്തെ തിരുനാൾ ഏതാണ്ട് പേരുകളെല്ലാം ഇവിടെ അണയപ്പെട്ടു. ഇനിയും പേരുകൾ ഇവിടെ ഉണ്ട്. അവരെല്ലാം മുന്നോട്ടടുപ്പിച്ച് നിറവേറ്റിക്കൊണ്ടുവരാൻ ഇവിടെ നിന്നും അമ്മയും ഗുരുദേവനും തന്നെ ഇറങ്ങിക്കൊള്ളണം. എൻ്റെ പേരുകൾ
ും